Draw a parallelogram of sides 5 cm, 6 cm and area 25 square centimeters എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് 25 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരലോഗ്രാം 5 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ഉള്ളത് കൺസെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 25 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സൈഡ് 5 നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിളാണ് കൺസ്ട്രക്ട് ചെയ്യാൻ നല്ലത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഈ റെക്റ്റാങ്കിളിൻ്റെ നമുക്കറിയാം സൈഡ് ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്, സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്. ഈ സൈഡ് എത്ര സെൻറ്റിമീറ്റർ ആണ്? 5 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നതായിരിക്കും 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇതിൽ നിന്നും നമ്മൾ ഈ 5 സെൻറ്റിമീറ്റർ ഇവിടെ നിർത്തിയിട്ട് ഇതിനെ റെക്റ്റാങ്കിൾ അല്ലാത്ത ഒരു പാരലോഗ്രാം, അതായത് ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കട്ട് ചെയ്താൽ മതി? ഇവിടുന്ന് ഒരു 6 സെൻറ്റിമീറ്റർ കോമ്പസിൽ ഒരു 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ സെൻറ്റർ ആക്കിയിട്ട് ഒരു ആർക്ക് വരച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ഈ 6 സെൻറ്റിമീറ്റർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഈ പീസ് ഇവിടേക്ക് മാറ്റി വെക്കുന്നതോടുകൂടി നമ്മുടെ പാരലോഗ്രാം കൺസ്ട്രക്ഷൻ പൂർത്തിയാവും. അപ്പോൾ എങ്ങനെയാണ് ഈ പീസ് ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക? അത് നമ്മളൊന്നെങ്കിൽ നമ്മൾ ഇതേ ലെങ്ത്ത് കട്ട് ചെയ്താൽ മതി, ആർക്കിൽ ഇവിടെ കട്ട് ചെയ്താൽ മതി. ആർക്ക് ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡിലെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെങ്ത്ത് ഇങ്ങോട്ട് നീട്ടാം. ഈ നീട്ടിക്കഴിഞ്ഞാൽ ഈ കറക്റ്റ് ലെങ്ത്ത് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക, അവിടുന്ന് ഇങ്ങോട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നതോട് കൂടി നമുക്ക് ഇത് 6 സെൻറ്റിമീറ്റർ ആവും. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നത് എത്ര സെൻറ്റിമീറ്റർ ആവും? 6 സെൻറ്റിമീറ്റർ ആവും. ഈ വരച്ചിരിക്കുന്നതും 6 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഈ പാരലോഗ്രാമിൻ്റെ ഏരിയയും ഈക്വൽ ആയിരിക്കും. ഏരിയ 25 സെൻറ്റിമീറ്റർ സ്ക്വയർ നിലനിർത്താൻ പറ്റും. സൈഡ് 5ഉം 6ഉം ആയിട്ട് മാറും. ഡ്രോ എ പാരലോഗ്രാം 25 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് പെരിമീറ്റർ 24 സെൻറ്റിമീറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഏരിയ 25 തന്നെ പറയുന്നുണ്ട്, പക്ഷേ പെരിമീറ്ററിന് ഒരു റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്, 24 ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ എത്ര പെരിമീറ്റർ പാരലോഗ്രാമിൻ്റെ? ഈ 5 എടുക്കാം, ഈ 6 എടുക്കാം. 5, 6, 11 ആയി. വീണ്ടും ഈ 5ഉം ഈ 6 എടുക്കുമ്പോൾ 11 + 11 22 ആണ് പെരിമീറ്റർ വരിക. പക്ഷേ വേണ്ടത് 24 ആണ്. 24 വരണമെങ്കിൽ ഈ 5 നിലനിർത്തി കഴിഞ്ഞാൽ, ഈ 5 നിലനിർത്തുകയാണെങ്കിൽ ഇവിടെ പിന്നെ എത്ര സെൻറ്റിമീറ്റർ വരണം? ഈ സൈഡ് എത്ര സെൻറ്റിമീറ്റർ ആവണം? 7 സെൻറ്റിമീറ്റർ ആവണം. അപ്പോൾ 5ഉം 7ഉം 12ഉം 12ഉം 24 സെൻറ്റിമീറ്റർ പെരിമീറ്റർ വരും. അപ്പോൾ 7 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തതിന് പകരം എന്ത് ചെയ്യുക, കോമ്പസിൽ 7 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 7 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷനൊക്കെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇവിടേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ഇതേ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടേക്കുള്ള ഇതേ ഡിസ്റ്റൻസ് ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ 7 സെൻറ്റിമീറ്റർ ആയി, ഈ 7 സെൻറ്റിമീറ്റർ ആയി, ഇത് 5 ആയി, ടോട്ടൽ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ, 24 സെൻറ്റിമീറ്ററിലുള്ള എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. In the figure, the two bottom corners of a parallelogram are joined to a point on the top side. The area of the dark triangle in the figure is 5 square centimeter. What is the area of the parallelogram എന്നുള്ള ചോദ്യം. ഈ ഏരിയ ഓഫ് ഡാർക്ക് ട്രയാങ്കിൾ ഇൻ ദ ഫിഗർ ഈസ് 5 സ്ക്വയർ സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം? അപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും ഒരു ലൈൻ വരയ്ക്കുന്നതോട് കൂടി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് കറക്റ്റാകും. ഇതൊരു പാരലൽ ലൈൻ ഇവിടെ വരയ്ക്കുന്നതോട് കൂടി നമുക്ക് മനസ്സിലാവും ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈക്വലായി, ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈക്വലായി. അപ്പോൾ മൊത്തം ഈ രണ്ട് സമ്മും ഈക്വലാവും. ഈ രണ്ട് സമ്മിൻ്റെ ഏരിയ ഇവിടെ പറഞ്ഞിരുന്നുണ്ട് എത്രയാണ്? 5 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ആ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നതിലേക്കും 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ട് ടോട്ടൽ ഏരിയ മാറും. The next question. In the picture given below shows a parallelogram formed by the intersection of two pairs of parallels. ഈ പാരലോഗ്രാം എന്ന് പറയുന്നത് രണ്ട് പാരലൈൻസിൻ്റെ ഇൻ്റർസെക്ഷൻ, 2 പെയർസ് ഓഫ് നാല് ഈ പെയറും ജോയിൻ ചെയ്യുന്ന ഇൻ്റർസെക്ഷൻ്റെ പാരലോഗ്രാമാണിത്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്?
ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം? എന്താണ് പാരലോഗ്രാമിൻ്റെ ഏരിയ? പാരലോഗ്രാമിൻ്റെ ഏരിയ നമുക്ക് ഇക്വേഷൻ അറിയാം. ഏരിയ ഈസ് ഈക്വൽ ടു എനി സൈഡ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ദാറ്റ് സൈഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് പെയർ ഓഫ് പാരലൈൻസും അത് തമ്മിലുള്ള ഡിസ്റ്റൻസുമാണ്. അപ്പോൾ ഇവിടെ രണ്ട് പെയർ ഓഫ് പാരലൈൻസ് പറയുന്നത് ഈ രണ്ട് പെയർ ഓഫ് പാരലൈൻസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് പെയർ ഓഫ് പാരലൈൻസിൻ്റെയും ഡിസ്റ്റൻസ് ലെങ്ത്ത് തന്നിട്ടുണ്ട്. ഈ ലൈൻ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ബേസ് നമുക്ക് 4 സെൻറ്റിമീറ്റർ എടുക്കാം. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് 3 ഉണ്ട്. ദർഫോർ ഏരിയ സിമ്പിളായിട്ട് നമുക്ക് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ഏരിയ ഈസ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ആൻഡ് വാട്ട് ഈസ് ദ പെരിമീറ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ. എന്താണ് പെരിമീറ്റർ? പെരിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഈ സൈഡ് കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ ഗിവൺ, ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ ഗിവൺ, ആൻഡ് ദീസ് ടു സൈഡ്സ് ആർ നോട്ട് ഗിവൺ. പക്ഷേ ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയൻ്റെ ഇക്വേഷൻ വീണ്ടും എഴുതാം. നമുക്ക് ബേസ് ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 12 ഏരിയ എന്നുണ്ട്. ഇതിൽ നമുക്ക് എന്താണ് ഈ സൈഡ് എന്നറിയില്ല. അപ്പോൾ ഈ സൈഡ് നമുക്ക് എന്ത് കൊടുക്കാം? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ അൺനോൺ എക്സ്. അപ്പോൾ ബേസ് എക്സ് ആയി. ഈ എക്സിലേക്കുള്ള ഹൈറ്റ്, ഈ എക്സിലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതിലേക്ക് ഡിസ്റ്റൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 2. അപ്പോൾ എക്സ് ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു വാട്ട്? 12. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ദെർഫോർ ദ സെക്കൻഡ് സൈഡ് ഈസ് 6. അപ്പോൾ ഈ സൈഡ് 6 ആണ്, ഈ സൈഡ് 4 ആണ്. അപ്പോൾ 4ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ 10, വീണ്ടും ഇവിടെ 6 വരും മൊത്തം. അപ്പോൾ എത്ര പെരിമീറ്റർ വരും? 20 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ല, പെരിമീറ്റർ ലെങ്ത് ആണ്, ദാറ്റ് ഈസ് സെൻറ്റിമീറ്റർ എന്ന് വരും. കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഗിവൺ ബിലോ. ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. പാരലോഗ്രാമിന് നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. പക്ഷേ ഈ സൈഡില്ല, ഈ സൈഡും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അല്ല ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസിലാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത്. ട്രയാങ്കിളിൻ്റെ ബേസിലെ ഏരിയ, ട്രയാങ്കിളിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ്, അതായത് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്, എനി സൈഡ് ഈസ് ബേസ് 6 ഇൻറ്റു ആൻഡ് ഹൈറ്റ് ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നുള്ള ഡിസ്റ്റൻസിനെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഹൈറ്റ് ഇവിടെ 90 ഡിഗ്രിയാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഹൈറ്റ്. 6 ഇൻറ്റു 3.5 കിട്ടും. ഇത് ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്. നമുക്ക് വേണ്ടത് എന്താണ്? പാരലോഗ്രാമിൻ്റെ ഏരിയയാണ്. പാരലോഗ്രാം ഏരിയ ഈസ് ഈക്വൽ ടു അതിൻ്റെ ഡബിൾ ആവും. ദർഫോർ ഹാഫ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം? 6 ഇൻറ്റു 3.5 ചെയ്യാം. 6 ഇൻറ്റു 3.5 ചെയ്യാൻ എളുപ്പം. 3.5നെ 7/2 എഴുതി ചെയ്യലാണ്. 6 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു വാട്ട്? 42. 42/2ൻ്റെ ആൻസർ എന്ത് കിട്ടും? ദ റിസൾട്ട് ഇസ് 21 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ എന്ന് കിട്ടും.